വാട്ട് ഡു യു മീൻ ബൈ സ്പീച്ച്? എന്താ സ്പീച്ച് എന്ന് പറയുന്നത്? എന്താ സ്പീച്ച്? എന്താ ഗൗരി? പ്രതിജ്ഞയാണ്. കേട്ടില്ല. ഗൗരി എന്തെന്നാ പറഞ്ഞ? ഉറച്ചു പറഞ്ഞേ. ആൽഫിൻ പറഞ്ഞ എടാടാ, പകുതി കേട്ടില്ല. പ്രസംഗം. സ്പീച്ച് എന്ന് വെച്ചാൽ പ്രസംഗം, അല്ലെ എലക്യൂഷൻ, ഒരു പ്രസംഗം. അപ്പൊ നമുക്കൊരു പ്രസംഗം എങ്ങനെ, ഏത് അവസരത്തിൽ പറയാൻ പറ്റും? ഗൗരി അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഒരു സ്പീച്ച് എന്ന് പറയുമ്പോ നമുക്ക് ഏത് അവസരത്തിൽ പറയാൻ പറ്റും. ചിലപ്പോ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആയിരിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി 3 നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും. ഇവരിവിടെ പറയുന്നത് ഒരു imagine your school nature club is organizing an awareness program to protect nature. അപ്പൊ ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിലെത്തേക്കുള്ള ആദ്യത്തെ വീഡിയോ ഓണാക്ക് ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് ഇവിടെ നമുക്ക് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ടൈമില് അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ഒക്കേഷനില് എങ്ങനെയാണ് ഒരു സ്പീച്ച് തയ്യാറാക്കേണ്ടത് എന്നാ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പീച്ച് തുടങ്ങുമ്പോൾ സല്യൂട്ടേഷൻ കൊടുക്കണം. സല്യൂട്ടേഷൻ മീൻസ് നമ്മൾ ആരോടാണ് ഈ പറയുന്നത്. നമ്മുടെ മൈക്കിന്റെ മുമ്പ് കയറിയെന്ന് പറയുന്നതായിട്ട് സങ്കല്പിക്കുക. അതാണ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ആരോടാണ് പറയുന്നത്? അപ്പൊ അത് നമ്മുടെ ഇപ്പൊ സ്കൂളിൽ വെച്ച് പറയുകയാണെന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സിസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ അതൊരു പ്രോപ്പർ സല്യൂട്ടേഷൻ. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇത് ഏത് സമയത്താണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയണം. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീച്ച് പറയുന്നത് എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നിട്ടുള്ളതാണല്ലോ നേരത്തെ. എഴുതിയില്ലേ അനുജ? എന്താ എഴുതാത്തെ? ഇത് നോട്ടിൽ തന്നിട്ടുള്ളതാ. നോട്ട് ചെയ്യാൻ തന്നതാണല്ലോ ഇത്. എഴുതണം കേട്ടോ, നോട്ടിൽ എഴുതണം. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പൊ അതാണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു നാച്ചുറൽ ഡേ അല്ലെ എൻവയോൺമെന്റൽ ഡേയുടെ അന്ന് ഒരു സ്പീച്ച് ആണ് കൊടുക്കുന്നത്. അപ്പോ പറയാം, as you know today we are organizing a rally under the auspices of Nature Club in connection with the World Environment Day. അപ്പോ ഈ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് ഇന്നേ ദിവസം ഇവിടെ ഒരു റാലി നമ്മൾ സംഘടിപ്പിക്കുന്നു. അപ്പൊ hope you all will participate in it, which is scheduled to be started after some time from our school to the post office junction, highlighting the necessity of green earth and a clean earth. അപ്പോ പറയാണ്, ഓക്കെ, നമ്മള് ഈ ഒരു ഇതിൽ എല്ലാവരും പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. ഇതൊരു പ്രധാനമായിട്ടുള്ള ആള് അവിടെ സ്റ്റേജിൽ കയറി എന്നിട്ട് പറയുന്ന കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ എന്നിട്ട് പറയാം, ഇന്ന് വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആണ്. ടുഡേസ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ. ആദ്യത്തെ വീഡിയോ ഓണാക്ക്. അതുകൊണ്ട് തന്നെ എടാ, നീ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് എവിടെയാ പോണേ? ആദിത്യ അൺമ്യൂട്ട്. മോനില്ല സാർ, ഫോൺ ഒക്കെ സ്ഥലമില്ല, മറിഞ്ഞു പോകും. ഫോണ് ചാർജ് സ്ഥലമില്ലെന്ന് മറിഞ്ഞു പോകും. ആഹാ, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ടുഡേ ഈസ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പോ എന്നിട്ട് നമുക്കവിടെ പ്രകൃതിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ അവർ, അല്ലെങ്കിൽ വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ്.
എന്നുള്ള കാര്യം നമുക്ക് അവിടെ ചോദിക്കാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ നോക്കിയേ, often we hear about the protection of nature. The word is to be protected from world ആണ്. The world is to be protected from some threats. നമുക്കറിയാം നമ്മുടെ ഈ ലോകം നമുക്ക് കുറെ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ആ ആപത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തണം. നമ്മുടെ ഈ ലോകത്തെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു. Are there any threats of it? Definitely there are. Sand mafia, deforestation, garbage disposal, etc. are certain issues discussed recently in newspaper and channels. അപ്പൊ നമ്മളത് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് ആദ്യം പറയുക. പറഞ്ഞതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് അത് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സെന്റൻസിൽ അല്ലെങ്കിൽ അതിന്റെ ആശയം കറക്റ്റ് ആയിട്ട് ചെറിയ പോയിന്റ്സിൽ അവിടെ നമ്മൾ പറയുക. അത് വലുതായിട്ടൊന്നും പറയണ്ട, നമ്മൾ ചെറിയ പോയിന്റ്സിൽ നമ്മൾ മാക്സിമം അവിടെ പറയുക. അതായത് നമുക്ക് എന്താണോ പറയാനുള്ളത്, എന്താണോ നമുക്ക് അവിടെ ആളുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടത് എന്നുള്ള കാര്യം, അതാണ് ഇവിടെ. നമ്മുടെ ഈ ലോകം കുറെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, അവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കണ്ടേ. ഇപ്പോ എന്തൊക്കെയാണ് നമ്മുടെ അതിനുള്ള കാരണങ്ങൾ? സാൻഡ് മാഫിയ, ഡീഫോറസ്റ്റേഷൻ, ഗാർബേജ് ഡിസ്പോസൽ are certain issues discussed in newspaper and channels. അപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് ആൽഫിൻ ഒന്ന് ലീവായിട്ട് കയറി നോക്ക്, റെഡി ആവുമെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലെ ലീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിലോ? അതാണ് വല്ലാത്തൊരു പ്രശ്നമാണല്ലോടാ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നീ റെക്കോർഡ് എങ്കിലും കണ്ടാൽ മതി. അപ്പോ അത് ഓക്കെ. ലാസ്റ്റ് പാർട്ടല്ലേ, കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ നമ്മുടെ ഈ ചാനലിലൂടെ, നമ്മുടെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ നമുക്ക് ഇത് മനസ്സിലായ കാര്യമാണ്. നമുക്ക് ഈ ഒരു ലാൻഡ് മാഫിയും ഡീഫോറസ്റ്റേഷൻ, വനനശീകരണവും ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇഷ്യൂസ് മാത്രമാണ് ഉണ്ടായത്. All these results from the imprudent intervention of man on earth. Then another question may arise. Without utilizing the natural resources, how can we live here? No doubt the natural resources are meant for all living beings in the earth. അപ്പോൾ അതായത് നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഇതിന്റെ ഒരു സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ടോപ്പിക് എടുത്തിട്ട്, ഇപ്പൊ ഈ ഒരു ടോപ്പിക് ആണെങ്കിൽ ഇതിൽ വേറെ ഒന്നും ഉൾപ്പെടുത്താൻ നിൽക്കരുത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പറയണം. നല്ല വശങ്ങളെ കുറിച്ച് പറയണം, മോശമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് പറയണം. ഗൗരി നേരത്തെ എഴുതിയില്ലായിരുന്നു ഈ നോട്ട്? ഗൗരി പകുതി എഴുതിയിട്ടുണ്ട് സാർ. ആഹാ, ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും ബാക്കി പിന്നീട് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇപ്പോഴേ ഇത് ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാ. അപ്പോ ഇതിന്റെ എല്ലാ വശങ്ങളും, നല്ല വശങ്ങളെ കുറിച്ചും ചീത്ത വശങ്ങളെ കുറിച്ചും എല്ലാം എഴുതുക. ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും കോഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽഫിനെ നിനക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലടാ? ഇടക്കിടക്ക് പോകുന്നല്ലേ. അതുലിനും അവിടെ നല്ല ഇഷ്യൂ ആണെന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ആ ഒരു നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോ ഈ ഒരു നമ്മൾ ടോപ്പിക്കിൽ നിൽക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം ഈ സ്പീച്ചിൽ പറയുക. അല്ലാതെ എല്ലാ ടോപ്പിക്കും അല്ലെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു ഡീഫോറസ്റ്റേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി അത് കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും പറയാൻ, അതായത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. നമ്മളിപ്പോ നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊട്ടക്ഷൻ അല്ലെ നാച്ചുറലിനെ കുറിച്ച് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡേയെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രം പറയുക. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി, ഇന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തടയാൻ പറ്റും എന്നെല്ലാം പറയുക. എന്നിട്ട് അവസാനം നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യവും അവിടെ കൊടുക്കുക. അതായത് ആദ്യം സല്യൂട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് നിങ്ങൾ ഈ പറയുന്നത്, എന്തിന്റെ ഇതിലാണ് ബേസിസിലാണ് നിങ്ങൾ ഈ പറയുന്നത്, അടുത്ത് നിങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു ടോപ്പിക്സ്, ഏത് ടോപ്പിക്സിലാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പിന്നെ ആ ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ ആ ടൈറ്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ,
അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ എന്തൊക്കെ കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണ്. ഇപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നോക്കിയാൽ സല്യൂട്ടേഷൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള ഈ ഒരു എ ഗ്രീൻ എർത്ത് ആൻഡ് ക്ലീൻ എർത്ത് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോകത്തുള്ള ഈ ഒരു എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഹാ ഇപ്പൊ സ്റ്റക്ക് ആയിരുന്നു, ഒന്നും കേട്ടില്ല സാർ, ഒന്നും കൂടെ പറഞ്ഞു തരുമോ? അതായത് നമ്മൾ പറഞ്ഞത് ഈ ഒരു അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോപ്പിക് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സാൻഡ് മാഫിയയും ഡീഫോറസ്റ്റേഷനും കാരണമൊക്കെയാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കടുത്ത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ, അത് ഇൻട്രൊഡക്ഷൻ, ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉപയോഗങ്ങള്, ദോഷവശം അല്ലെങ്കിൽ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, അത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള സജഷൻസ്. ഈ ഒരു ഇതിൽ വേണം നമുക്ക് ഈ ഒരു സ്പീച്ച് എഴുതാനായിട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കുക, അപ്പൊ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ജോലി, നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിച്ചപ്പോ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്പീച്ച് എഴുതാനായിട്ട്. അപ്പോ ആ സ്പീച്ചിന്റെ ടോപ്പിക് നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഒരിടത്ത് നോക്കി എഴുതരുത്, സ്വന്തമായിട്ട് എഴുതിയിട്ട് അയച്ചു തരിക. പിന്നെ നിങ്ങൾ അയക്കുമ്പോൾ PDF ആക്കി അയക്കാൻ ശ്രമിക്കുക കേട്ടോ. PDF ആക്കി അയക്കുക. അല്ലാതെ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവും. ചിലപ്പോൾ വാട്സാപ്പിൽ അയക്കുന്ന സമയത്ത് ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് PDF ആക്കി അയക്കുക. അഭിജിത്തിന്റെ ഞാൻ കണ്ടു, അഭിജിത്തിൻ്റെത് ഇത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ലാതെ കേട്ടോ. അപ്പോ ഇല്ല, അത് ഇന്നലത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ. അപ്പൊ നിങ്ങൾ അതും അടുത്ത് ഈ സ്പീച്ചും എഴുതണം. ഈ സ്പീച്ച് അല്ല, നമ്മുടെ ഇന്നലത്തെ ആ ടോപ്പിക്കില് ഒരു സ്പീച്ച് നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആ ടോപ്പിക് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആക്ടിവിറ്റി നമ്പർ 5 ആണോ? ഓക്കെ. അപ്പൊ ഈ ആക്ടിവിറ്റി നമ്പർ 5 നോക്കിക്കഴിഞ്ഞാല് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. The king decided to honor the great grandfather. He organized a function to felicitate him. The great grandfather made a speech about difference between lifestyle and methods of the farming during his own time and the present generation. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതണം, നമുക്കൊരു സ്പീച്ച് എഴുതണം. അപ്പൊ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തുള്ള എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ഒരു 2-3 പ്രാവശ്യം വായിക്കുക, ഈ കഥ വായിക്കുക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് എഴുതുക. അത് എഴുതി അയച്ചു കഴിയുമ്പോൾ അത് ബെറ്റർ ആവും. ഈ പാഠത്തിന്റെ നോട്ട് ഇന്നലെ ഇട്ടില്ല. ഓക്കെ. 10 തൊട്ട് 15 വരെ ഞാൻ അത് പോയിട്ടിരിക്കട. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള്. അത് നിങ്ങൾ ഈ ഒരു സ്പീച്ച് സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. ആക്ടിവിറ്റി എല്ലാം നോട്ടിൽ എഴുതണമല്ലോ? എഴുതണം, എല്ലാം എഴുതണം. ഒന്നുപോലും മാറ്റമില്ല, എല്ലാം എഴുതണം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ പേരെന്താടാ? ചാപ്റ്ററിന്റെ പേര് പറഞ്ഞേ. A grain as big as a What is ഇത് ഏത് പേജാണ് സാർ? ഏത് പേജെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 12.
12 ആടാ. What is preposition? ഇവിടെ എന്താ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്? അറിയാവോ? എല്ലാരും ഉണ്ടായിരിക്കുന്നു. Okay, preposition must always be followed by a noun or pronoun in a sentence. അതായത് ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഫോളോ ചെയ്ത് എഴുതുന്ന, അല്ലെങ്കിൽ അതിന്റെ കൂടെ നൗണിന്റെയോ പ്രോനൗണിന്റെയോ കൂടെ എഴുതുന്ന ഒന്നാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നല്ലോ സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തോ? പ്രപ്പോസിഷൻ എടുത്തായിരുന്നോ? അടിപൊളി. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തായിരുന്നോ? അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. എന്തായാലും ഇത് നിങ്ങൾക്ക് കൂടുതലും പ്രപ്പോസിഷൻസും അതുപോലൊക്കെയാണ് ടെക്സ്റ്റിൽ ഉള്ളത്. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതില്. അപ്പോ ഫസ്റ്റ് പ്രപ്പോസിഷൻ ഏതെന്ന് നോക്കാം. ഓൺ. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യും? ഇപ്പൊ ഒരു ഡേറ്റിന് മുമ്പിൽ യൂസ് ചെയ്യും, ഒരു ദിവസത്തിന് മുന്നേ യൂസ് ചെയ്യും. ഇപ്പൊ ഓൺ മൺഡേ, ഓൺ. ഈ ക്ലാസ് എപ്പോ തീരും? ഒരു ഇത്രയും കൂടെ എടുത്തു കഴിഞ്ഞാൽ തരും. ഒരു എന്തായാലും 15-20 മിനിറ്റ്സ് എടുക്കും. ചേച്ചിയുടെ മോക്ക് 10 മണിക്ക് ക്ലാസ് ഉണ്ട് സാർ. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ where we use a day of the week or date. Example, on Monday, on Tuesday, on Wednesday, അല്ലെങ്കിൽ on the 5th of May, on the 6th of December. So when is your birthday എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? On 4th October. So അല്ലെങ്കിൽ August 15th. അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത ഇൻ. ഇൻ എന്ന് പറയുമ്പോൾ എവിടേക്ക് യൂസ് ചെയ്യും? മന്ത്, സീസൺ. ഇൻ ജാനുവരി, ഇൻ ഫെബ്രുവരി, ഇൻ ഓട്ടം ഓർ ഇൻ സ്പ്രിംഗ് സീസൺ. ടൈം ഓഫ് ദി ഡേ, ഏത് സമയത്ത്, അതായത് രാവിലെ ആണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, ഏത് സമയത്താണ്? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. അടുത്ത് ഇയർ, ഇൻ 2006 അല്ലെങ്കിൽ ഇൻ 2004. when did that happen എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ in 2006 or in 2014. അല്ലെങ്കിൽ when did corona spread over the countries എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം in 2019 or 2020 എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അടുത്ത് ആഫ്റ്റർ എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. when അതാണ് in an hour, അത് കുറച്ച് എത്ര സമയത്തിന് ശേഷം. in an hour, I will finish this work in an hour. അല്ലെ I will complete it in an hour, in 2 hours. അല്ലെ I will finish this in 3 hours. I will complete the exam in 30 minutes. അപ്പൊ ഈ രീതിയിൽ പറയുന്നതാണ് അടുത്ത in. അപ്പൊ അടുത്ത at. എപ്പോൾ? at night, അല്ലെങ്കിൽ രാത്രി, at night, at the weekend. പിന്നെ അടുത്ത് ഇതേപോലെ അല്ലേ ഇന്ന് അറ്റ്, ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോ at night, പക്ഷെ ഒരിക്കലും at മോർണിംഗ് എന്ന് പറയത്തില്ല. അപ്പൊ നൈറ്റ് എന്ന് പറയുമ്പോൾ at വരും. വീക്കെൻഡ് ഏത് സമയത്ത്. അടുത്ത certain point of time, at 9:30, at 9:30. നമ്മുടെ ഏത് സമയത്താണ് ക്ലാസ്? at 9:30 or at 10 o'clock. അപ്പൊ ഏത് സമയത്ത് ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറൌണ്ട് സമയം അല്ല പറയുന്നത്. പക്ഷെ ഞാൻ ലിങ്ക് ഇടുന്ന സമയത്ത് join by
11 or joined by 10:55 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അറൌണ്ട് ആ ഒരു ടൈമിൽ കയറുക. കാര്യം 11 മണിക്കാ ക്ലാസ്, പക്ഷെ ഒരു 8:55 ആകുമ്പോൾ അല്ലെങ്കിൽ 10:55 ആകുമ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുക. പക്ഷെ ഇവിടെ പറയുന്നത് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, അവിടെ ആയിരിക്കും നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് at 9:30 or 10:30, at 9:30, 9:30. അപ്പൊ ആ സമയത്തിനേക്ക് കുറിക്കാനായിട്ട് നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. സിൻസ് എന്ന് പറയുമ്പോൾ ഏത് സമയത്തില് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രി എപ്പോ മുതൽ ഭരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ we can say from 2016 or from 2015. അതായത് അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് സിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷനൂടെ നമുക്ക് ചേർക്കാൻ പറ്റും. ഫോർ എന്ന് പറയുന്നത് ഓവർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം, അതായത് അതും ഈ ഒരു സമയം വരെ, പക്ഷേ എത്ര വർഷമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര വർഷമായി നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ട്, ഫോർ 5 years അല്ലെങ്കിൽ ഫോർ 4 years, ഫോർ 3 years, ആ രീതിയിൽ. അടുത്ത് എഗോ, എ സർട്ടൈൻ ടൈം ഇൻ പാസ്റ്റ്. അപ്പോ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ മുമ്പത്തെ ഒരു കാര്യം നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് പറയാം എഗോ, അതായത് 2 years ago അല്ലെങ്കിൽ 5 years ago this thing happened. 2 years ago, okay, 2 years ago I went to Delhi, or 2 years ago I fell down from a tree. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ സംഭവത്തെ, ഒരു പഴയ സംഭവത്തെ നമ്മൾ ഓർത്തെടുക്കുന്നതിനാണ് എഗോ പറയുക. ബിഫോർ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അപ്പോൾ അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ നമ്മൾ പറയുകയാണെങ്കിൽ പറയും, അല്ലെങ്കിൽ 2 years before I was in ആന്ധ്രാപ്രദേശ്, ഓർ 2 years before, നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ 2 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, I was in this place but now I am not there, ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ള ആ ഒരു. 2, എത്ര മണി തൊട്ട് എത്ര മണി വരെ അല്ലെങ്കിൽ സമയം പറയാനായിരിക്കും കൂടുതലും നമ്മൾ യൂസ് ചെയ്യാം. ഫ്രം 6:30 to 7:30 or 6:30 to 10:30. അപ്പൊ ആ ഒരു ടൈം പറയാനായിട്ട്. പാസ്റ്റ്, telling the time. അപ്പൊ 10 past 6, 5 past 6. അപ്പൊ ഇത്ര സമയം കഴിഞ്ഞിട്ട്, അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തെ കൂടുതൽ സൂചിപ്പിക്കുന്ന, ഇപ്പൊ 2 ആയാലും പാസ്റ്റ് ആയാലും ഇതെല്ലാം എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. To, till, until, making the beginning and end of a period of time. അപ്പോ ഈ ഫ്രം ഒരു സമയം തൊട്ട് അടുത്ത സമയം, ഫ്രം മൺഡേ ടു ഫ്രൈഡേ, അല്ലെങ്കിൽ ഫ്രം മൺഡേ ടിൽ സൺഡേ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനെ പറയുന്നതാണ് ഈ ഒരു ടു, ടിൽ, അണ്ടിൽ. അതുപോലെ തന്നെ ബൈ. ബൈ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾമോസ്റ്റ്, ഒരു അപ് ടു എ സർട്ടൻ ടൈം, ഒരു ഓൾമോസ്റ്റ് ഇത്ര മണി, ബൈ 11 o'clock, അല്ലെങ്കിൽ ബൈ 11 o'clock യു ഹാവ് ടു ഡു ദിസ്. 11 മണി വരെ സമയമുണ്ട്, 11 മണിക്കകത്ത് വെച്ച് നിങ്ങളത് ചെയ്തിരിക്കണം. അല്ലെ 11 മണി ആയപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു. ബൈ 11 o'clock ഐ ഹാഡ് റെഡ് 5 pages. 11 മണിയായപ്പോൾ ഞാൻ 5 പേജ് വായിച്ചു. അതാണ് 11 മണിക്ക്. ഇൻ ദ സെൻസ് ഓഫ് ദ ലേറ്റസ്റ്റ്, ഐ വിൽ ബി ബാക്ക് ബൈ 6 o'clock. ഞാൻ എത്ര മണിക്ക് വരും, അറൌണ്ട് ടൈമിനെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു ബൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ ഡൗട്ട് ഉണ്ടോ? ഇത്രയില്ല നമ്മൾ ഓരോ പ്രൊപ്പോസിഷൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ. No, sir. No, sir. അപ്പോൾ ഇത് നിങ്ങൾ അടുത്ത എക്സാമിന് ഒരു എക്സർസൈസ് കാണും, ആ എക്സർസൈസ് നിങ്ങൾ അത് ചെയ്യണം. അടുത്ത് ഇത് ഫ്രേസസ് ഫോർ കോൺവെർസേഷൻ ആണ്. അതായത് നിങ്ങൾ ഓരോ സമയത്ത് ഈ നമ്മുടെ ഈ കോൺവെർസേഷൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഒരു സർപ്രൈസ് വന്നു, ഓ കൊള്ളാലോ. ആ സാർ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കാണോ കാണുന്നത്? എന്താടാ കേട്ടില്ല? ഇംഗ്ലീഷ് പരീക്ഷയ്ക്കാണോ കാണുന്നത്? ഇംഗ്ലീഷ് പരീക്ഷയ്ക്കാണോ? ഈ പ്രിപ്പോസിഷൻ കാണുന്നു. അല്ലാതെ സോഷ്യൽ ചോദിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷിനല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, എക്സാമിന് ചോദിക്കും കേട്ടോ.
അപ്പൊ അല്ല സാർ, മുമ്പ് ഗ്രാമറിന് വേണ്ടി ഒരു പരീക്ഷ ഉണ്ടായിരുന്നു സ്കൂളിൽ. ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ചേ ഉള്ളൂ. രണ്ട് സെപ്പറേറ്റ് ആയിട്ടില്ല, ഒരുമിച്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു സർപ്രൈസ്. നിങ്ങളിപ്പോ നമ്മള് ഈ കോൺവെർസേഷൻ നോക്കിയില്ലേ? അതായത് നമ്മുടെ രാജാവിന്റെ അടുത്ത് ആ ഒരു വൈസ്മാൻ അല്ലെങ്കിൽ ആ ട്രാവലർ കൊണ്ടു കൊടുത്തപ്പോ ഇതെന്താണ് അതിശയിച്ചു പോയി. അപ്പൊ നമുക്ക് വാട്ട് എ സർപ്രൈസ്, അല്ല ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ആർ യു സീരിയസ്? ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയണ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ പറയണം. അപ്പൊ നമുക്ക് രാജാവിന് പറയാൻ പറ്റും ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, അല്ലെങ്കിൽ ആർ യു സീരിയസ്, ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? വാട്ട് എ സർപ്രൈസ്, ഇതിപ്പോ ഇങ്ങനെ കിട്ടിയത് എന്ന് പറയുമ്പോൾ വാട്ട് എ സർപ്രൈസ്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്കതില് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ ഒരു സർപ്രൈസിന്റെ സ്ഥാനത്താണ് റിയലി, വാട്ട് എ സർപ്രൈസ്, ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ അതില് ഒരു ഹാപ്പിനെസ് വന്നു, ഇപ്പൊ സംസാരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് വന്നു, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഫാന്റാസ്റ്റിക്. ഒരാള് ഇത് ഒരു നല്ലൊരു ഐഡിയ പറഞ്ഞു. സോ then we can say like oh fantastic idea, കൊള്ളാലോ, ഇത് കൊള്ളാലോ, great, I am thrilled, I am very happy today, oh I am so happy, I can't say how pleased I am, I had a splendid time there, exciting. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമ്മുടെ ഹാപ്പിനെസ് വരുന്ന ആ ഒരു ടൈമില് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത, ഒരാളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യണമെന്നുണ്ട്, ഒരാളുടെ അറ്റൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റൻഷൻ പ്ലീസ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറയത്തില്ലേ അറ്റൻഷൻ പ്ലീസ്, അല്ലെ പറയും ഇവിടെ ശ്രദ്ധിക്കാൻ പറയും, ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ, മേ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്, എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ തരാമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാമോ, എക്സ്ക്യൂസ് മീ, ലുക്ക് ഹിയർ, ലിസൺ ടു മീ പ്ലീസ്, ലുക്ക്. അപ്പൊ ഒരാളുടെ ശ്രദ്ധ നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ആ സമയത്തുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഷോയിങ് സിമ്പതി. അപ്പൊ എന്തൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരാളോട് നമുക്ക് സഹതാപം തോന്നിയ അപ്പോൾ ആ സമയത്ത് പറയും ഓ ഡിയർ, ഐ ആം സോ സോറി, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇനി നിന്റെ കാര്യത്തിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വരത്തിൽ വരും ഓ ഡിയർ. അടുത്ത പുവർ യു, പാവം, നീ പാവം, നീ ഐ നോ യു ഹൗ യു ഫീൽ, എനിക്കറിയാം നിന്റെ വിഷമം, അല്ലെങ്കിൽ നീ എത്രമാത്രം വിഷമിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, ഐ നോ യുവർ ട്രബിൾസ്, ഐ എം സോറി ടു ഹിയർ ദാറ്റ്, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസ്. അതായത് എൻ്റെ ആ ഒരു ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സിമ്പതി വരുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഇതൊക്കെ നമ്മൾ നോക്കിയത് തന്നെയാ. ഇൻ, അറ്റ്, ഓൺ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് അടുത്ത ഒരു ടൈമിലാണ് വരുന്നത്. ഇപ്പൊ ഇൻ എ ബിൽഡിംഗ്, ഇൻ എ കിച്ചൺ, ഇൻ ലണ്ടൻ, ഇൻ ദ ബുക്ക്, ഇൻ ദ കാർ. അപ്പോ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്കിത് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ റൂം, ബിൽഡിംഗ്, സ്ട്രീറ്റ്, ടൗൺ, കൺട്രി, ബുക്ക്, പേപ്പർ, കാർ, ടാക്സി, ഇൻ എ കാർ, ഇൻ എ പിക്ചർ, ഇൻ ദ വേൾഡ്, ഈ രീതിയിൽ. അറ്റ് ദ ഡോർ, അറ്റ് ദ സ്റ്റേഷൻ. അപ്പോ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. ഇന്ന സ്ഥലത്ത്, അതായത് ഇവന്റ്സിൽ യൂസ് ചെയ്യാം, അല്ലെ അറ്റ് എ കോൺസെർട്ട്, അറ്റ് എ പാർട്ടി. അത് കഴിഞ്ഞിട്ട് അറ്റ് ദ സിനിമ, അറ്റ് സ്കൂൾ, അറ്റ് വർക്ക്, ഐ ആം അറ്റ് വർക്ക്, ഐ ആം അറ്റ് സ്കൂൾ. ഇത് പേജ് നമ്പർ 14 ആണോ? 18 ഇത് പേജ് നമ്പർ 18. അതായത് നമ്മൾ അതിലുള്ള കോൺവെർസേഷൻസ് നോക്കിയില്ല, ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി പോകുന്നത്, അല്ലാതെ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. സമയം കിട്ടുമ്പോൾ നമുക്കത് ഈ ബാക്കി ഇതെടുക്കാം, ഏതാ ബാക്കി കോൺവെർസേഷൻസ് എടുക്കാം. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഗ്രാമർ പോർഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിലിപ്പോ നോക്കുന്നുള്ളൂ കേട്ടോ. അതാ പറയുന്നത്, ഇനി നിങ്ങൾ ആ കോൺവെർസേഷനിൽ നിങ്ങൾ എഴുതണം. ഇപ്പൊ പ്രത്യേകിച്ചും പേജ് നമ്പർ 16 കോൺവെർസേഷൻ, 16 കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 16 നിങ്ങൾ എഴുതണം.
അതായത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻസ്. അപ്പോ ആ ഒരു അത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, പേജ് നമ്പർ 16 അപ്പോ അണ്ടർ, ബിലോ, ഓവർ. അണ്ടർ മീൻസ് താഴെ, ബാഗ് ഈസ് അണ്ടർ ദ ടേബിൾ, ബിലോ അപ്പോ അടിയിൽ എന്നുള്ളത് അണ്ടർ വരും, താഴെ എന്നുള്ള ബിലോ, ഓവർ പുറത്തൂടെ, അതായത് കവർ ബൈ സംതിങ് എൽസ് മീനിങ് മോർ ദാൻ, ഗെറ്റിംഗ് ടു ദ അതർ സൈഡ് അടുത്ത അതായത് അപ്പുറത്തേക്ക്, വാക്ക് ഓവർ ദ ബ്രിഡ്ജ്. അപ്പോ ഒരു നദി മുറിച്ചു കിടക്കുന്ന, വാക്ക് ഓവർ ദ ബ്രിഡ്ജ്, ഓവർ 16 years of age. അപ്പോ എത്ര വയസ്സുണ്ടാവും ഒരു ഉദ്ദേശം, എത്ര വയസ്സുണ്ടാവും ചെയ്യുന്നത്, അറൗണ്ട് നമ്മൾ ചിലപ്പോൾ പറയും അറൗണ്ട് എന്നുള്ള പറയും, അല്ലെങ്കിൽ ഓവർ 16 years of age. പുട്ട് എ ജാക്കറ്റ് ഓവർ യുവർ ഷർട്ട്, നിങ്ങളുടെ പുറത്തൂടെ ഷർട്ട് ഇടുക എന്നുള്ള അത്തരത്തിലുള്ള. പിന്നെ എബവ്, അക്രോസ്, ത്രൂ, ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്കതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻ, അറ്റ്, ഓൺ എന്ന് പറഞ്ഞ ഈ മോളിൽ കുറിച്ചിട്ടുള്ള ഇതൊക്കെ. നമ്മൾ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ്, നമ്മളതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലായാലും ഈ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. എക്സാമ്പിൾസ്, അപ്പൊ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓൺ ദ പിക്ചർ ഓൺ ദ വാൾ. അപ്പോ ഓൺ ദ വാൾ പിക്ചർ, അതായത് ഈ വാളിന്റെ പുറത്തുള്ള ആ ഒരു പിക്ചർ. ലണ്ടൻ ലൈസ് ഓൺ ദ തിങ്സ്, ഓൺ ദ ടേബിൾ, ഓൺ ദ ലെഫ്റ്റ്, ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ഓൺ ദ ബസ്, ഓൺ എ പ്ലെയിൻ, on TV, on the radio. Switch on the TV, switch on the radio. I am on a plane, I am on the bus, I am on the first floor, or it is in the first floor. അപ്പോൾ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊക്കെ ഓൺ വെച്ച് നമ്മൾ പറയും. അപ്പോൾ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓവർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എബവ്, അക്രോസ്. അപ്പൊ എബവ് ആണെങ്കിൽ ഹയർ ദാൻ സംതിങ് എൽസ്, എ പാത്ത് അബവ് ദ ലേക്ക്. അപ്പൊ ഒന്നിന്റെ മുകളിൽ ഒന്നുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം. അടുത്ത അക്രോസ് ആണ് ഗെറ്റിംഗ് ഇൻ ടു ദ അതർ സൈഡ്, അടുത്ത അപ്പുറത്തെ സൈഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു നദിയിൽ നിന്ന് കുറെ ചാടി അപ്പുറത്ത് പോവുക. അക്രോസ് ദ ബ്രിഡ്ജ്, വാക്ക് അക്രോസ് ദ ബ്രിഡ്ജ്, സ്വിം അക്രോസ് ദ ലേക്ക്. അപ്പോ ഇത് മുറിച്ചു കിടക്കുക എന്നുള്ള അത്തരത്തിലുള്ള മീനിങ്സ് വരുന്നത്. ഇത് നമ്മൾ നോക്കിയത്. അപ്പോ ബാക്കി നമുക്ക് ഫ്രേസസ് ആണ് നോക്കാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ അറിഞ്ഞുകൂടാത്തതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തതായിട്ടോ ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അതിലേതെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുള്ളതോ ഉണ്ടോ? ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ വായിക്കണം. ഇത് നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം വായിക്കണം. അപ്പോ ഏതൊക്കെ സിറ്റുവേഷനിൽ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. എന്തെങ്കിലും ഉണ്ടോ? No, sir. അപ്പോ നിങ്ങൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. പ്രത്യേകിച്ച് കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോൺവെർസേഷൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രൊപ്പോസിഷൻസ് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് 2-ല് നിങ്ങളുടെ ഗ്രാമർ ടെക്സ്റ്റില് യൂണിറ്റ് 2-ല് കുറച്ച് വാക്കുകളുണ്ട്. അതായത് ഇത് സിനോണിംസ്, ആന്റണിംസ് കിടപ്പുള്ളത്. അപ്പൊ ആന്റണിംസ് നിങ്ങൾ അത്രയും പഠിക്കുക. നിങ്ങളുടെ ഫസ്റ്റത്തെ ജെൻഡർ, വേർഡ് പവർ ജെൻഡേഴ്സ് അത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് വേർഡ് പവർ ആന്റണിംസും ചേർക്കുക. പിന്നെ അത്രയും നിങ്ങൾ തൽക്കാലം പഠിക്കുക. അപ്പൊ ഈ ആന്റണിംസ് പഠിക്കണേ കേട്ടോ. ഓപ്പോസിറ്റ്സ് ആബ്സെന്റ്, പ്രസന്റ്, അച്ചീവ്, ഫെയിൽ, ആഡ്, സബ്സ്ട്രാക്ട്. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെയാണ് ഉള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എക്സാം ബേസ് ചെയ്തോ എന്തെങ്കിലും?